സ്ക്രീൻ കാണാലോ അല്ലേ? നമ്മുടെ ഇന്ന് ഈ ഒരു മൊഡ്യൂള്, നമ്മുടെ 5th മൊഡ്യൂളില് ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി, അവരുടെ സബ്ജക്റ്റ് ആയിരുന്നു ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, പ്ലാൻ ലേഔട്ട് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പർ. അപ്പോൾ അവിടെ ഈ ഒരു മൊഡ്യൂളിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇതുവരെ കഴിഞ്ഞ എല്ലാ മൊഡ്യൂൾസിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. 5th മൊഡ്യൂളിനെ മാത്രം ഇപ്പൊ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ 1-ല് 4th-ഉം 5th-ഉം കൂടി കമ്പൈൻ ചെയ്ത് നോക്കുക. കാരണം നിങ്ങളുടെ മൊഡ്യൂള് 4-ഉം 5-ഉം കൂടി ഒറ്റ മൊഡ്യൂളാണ്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. How are the belt conveys classified? ഇവിടെ എഫ് സ്റ്റേറ്റ് എനി 4 മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾ. നമ്മൾ 10-15ഓളം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു 4 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ, 4 മാർക്കിനൊക്കെ ചോദിക്കാം. സ്റ്റേറ്റ് എനി 4 മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾസ്. Then how are the cranes classified? ക്രെയിനിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലേ. ടവർ ക്രെയിൻ ഉണ്ട്, ജിപ്പ് ക്രെയിൻ ഉണ്ട്, ഗാൻഡി ക്രെയിൻ ഉണ്ട്, പിന്നെ ഓവർ ഹെഡ് ക്രെയിൻ ഉണ്ട്. Then draw a neat sketch of ജിപ്പ് ക്രെയിൻ. ജിപ്പ് ക്രെയിൻ കഴിഞ്ഞ ദിവസം നമ്മൾ 5th മൊഡ്യൂളിലെ ക്ലാസ്സിൽ ജിപ്പ് ക്രെയിൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ഫിക്സഡ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു സർക്കിൾ പോലെ. നമുക്ക് ഒരു ഫോട്ടോ ഇത് കാണിച്ചു തരാം. ഇതാണ് ജിപ്പ് ക്രെയിൻ. ഇത് വരച്ചതിന്റെ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഉണ്ടല്ലേ, ഇവിടുന്ന് ഇതിന്റെ അറൌണ്ട് ആയിട്ട്, അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ ഇത് ഫിക്സ്ഡ് ആയിരിക്കും, ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും. ദെൻ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇതിന്റെ ഹൊറിസോണ്ടൽ പാർട്ട്, വെർട്ടിക്കൽ പാർട്ടിന്റെ ഒപ്പം ഒരു ഹൊറിസോണ്ടൽ പാർട്ടാണ്, ഒരു ജോയിന്റിൽ പിന്നെ ഒരു ഹോയിസ്റ്റ് ട്രോളിക്കുള്ള ഒരു പാർട്ട് കാണാം. ഇതിന് സർക്കുലർ മോഷൻ ആണ്, അതായത് ഈ ഒരു വെർട്ടിക്കൽ മെമ്പറിന് അറൌണ്ട് ആയിട്ടുള്ള സർക്കുലർ മോഷൻ ആണ്. സോ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു എലമെന്റിന്റെ ഹൊറിസോണ്ടൽ എലമെന്റിന്റെ ലെങ്ത് റേഡിയസ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു സർക്കുലർ ഏരിയ ആയിരിക്കും ഇതിന്റെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഈ സർക്കുലർ ഏരിയയിൽ എല്ലാ ഭാഗത്തും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടത്തും. കാരണം ഇതിന്റെ മുകളിലൂടെ ഒരു ഹോയിസ്റ്റ് ട്രോളി ഉണ്ട്. ഇത് ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിന്റെ മുകളിൽ കൂടെ ഇത് ഗൈഡ് വേ ആയിട്ട് ഇതിന്റെ മുകളിലൂടെ ലെഫ്റ്റ് ഓർ റൈറ്റ് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോയിസ്റ്റ് ട്രോളി ഉണ്ട്. ഇതൊരു പവർ ഹോയിസ്റ്റോ അല്ലെങ്കിൽ വേം വീൽ ഹോയിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഹോയിസ്റ്റ് ടെക്നിക്ക് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഇതിന്റെ എൻഡിൽ ഇവിടെ ഒരു ഹാങ്ങിങ് എലമെന്റ് ഉണ്ടാവും, ഹാങ്ങർ ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ ലോഡിനെ ഹാങ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഈ സർക്കുലർ ഏരിയയിൽ എവിടെയാണോ ഇതിന്റെ മോഷൻ അല്ലെങ്കിൽ എവിടെയാണോ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടത്തേണ്ടത് അവിടെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എലമെന്റ് ആണ് ജിപ്പ് ക്രെയിൻ. സോ ഡ്രോ എ നീറ്റ് സ്കെച്ച് ഓഫ് ജിപ്പ് ക്രെയിൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റൻ ഉണ്ട്. ദെൻ സ്റ്റേറ്റ് ദ വാരിയസ് കോസ്റ്റ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. അതാണ് നമ്മൾ 6th മൊഡ്യൂളിൽ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതേപോലെ മെയിൻ്റനൻസ് ഓഫ് ഹോയിസ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റും 6th മൊഡ്യൂളാണ്. ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ മൊഡ്യൂളിലുള്ള കുറെ ക്വസ്റ്റൻ ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗുഡ് പ്ലാൻ ലേഔട്ട്, ഫസ്റ്റ് മൊഡ്യൂള്. ദെൻ സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ്. ദെൻ വാട്ട് ഈസ് പ്രോസസ് ലേഔട്ട്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓൺ കോറൽ ആപ്പ്, വാട്ട് ഈസ് റിലേഷൻഷിപ്പ് ചാർട്ട്. ദെൻ ഇത് വേണ്ട, ഈ അസൈൻമെന്റ് പ്രോബ്ലം നമുക്ക് നമ്മുടെ മൊഡ്യൂളിലില്ല, സിലബസിലില്ല. Then state the advantage and disadvantage of material handling. Explain the terms unit load, packaged material, logistics നമുക്ക് പഠിക്കാനില്ല, അത് സെപ്പറേറ്റ് മൊഡ്യൂളാണ്. ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു സെപ്പറേറ്റ് മൊഡ്യൂളാണ്, അത് നമുക്കില്ല. എന്താ യൂണിറ്റ് ലോഡ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Then classify material handling equipment, അതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിച്ചത്. Classify the material handling equipment based on by their design features and working area and explain each of them. By the design feature അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ബൈ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡിസൈൻ വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു ഡിസൈൻ്റെ അണ്ടറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ? ഇവിടെ നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ക്ലാസിഫിക്കേഷൻ ഡിഫറെന്റ് ബേസിസിൽ ബൈ ദർ ഡിസൈൻ, ബൈ നാച്ചുറൽ ആൻഡ് വർക്ക് ഓഫ് ടൈപ്പ്. ഡിസൈനിൽ വരുന്ന ഏതൊക്കെയാ? ബൈ ഡിസൈൻ ഫീച്ചറിൽ ഹോയിസ്റ്റിംഗ് എക്യുപ്മെന്റ്, കൺവേയിങ് എക്യുപ്മെന്റ്, സർഫസ് ആൻഡ് ഓവർ ഹെഡ് എക്യുപ്മെന്റ്. അതൊരു പെർട്ടിക്കുലർ ഡിസൈനിലുള്ള മെമ്പേഴ്സിനെയൊക്കെ കൂടിയിട്ട് ഒരു ഫാമിലി ആക്കി.
ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്ന ഡിസൈനിൽ, ഹോയിസ്റ്റ് എന്ന് പറയുന്ന ഡിസൈനിൽ വരുന്ന പവർ ഹോയിസ്റ്റ്, സോറി ബെൽറ്റ് ഹോയിസ്റ്റ്, ചെയിൻ ഹോയിസ്റ്റ് അല്ലെ, അങ്ങനെ ഡിഫറെന്റ് ഹോയിസ്റ്റിംഗ് എക്യുപ്മെന്റ് ഉണ്ട്. സോ അതൊക്കെ കൂടിയിട്ട് അതിന്റെ ഡിസൈൻ, ഹോയിസ്റ്റിംഗ് ഡിസൈൻ അല്ലെങ്കിൽ ഹോയിസ്റ്റ് എന്ന് പറയുന്ന ഡിസൈൻ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ കൺവേയിങ് എക്യുപ്മെന്റ്സ്, കൺവേയേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കൺവെയർ ബെൽറ്റുകൾ, അതേപോലെ ചെയിൻ കൺവേയേഴ്സ്. ഹോയിസ്റ്റിംഗ് എക്യുപ്മെന്റിൽ നമ്മൾ ഓവർ ഹെഡ് ഹോയിസ്റ്റുകളാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേം വീൽ ഹോയിസ്റ്റ്, അതേപോലെ പിന്നെ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹോയിസ്റ്റ് മെക്കാനിസം ഉണ്ടായിരുന്നു. ദെൻ ചെയിൻ ഹോയിസ്റ്റ് ഉണ്ടായിരുന്നു, ചെയിൻ ആൻഡ് ടാക്കിൾ വെച്ചിട്ട് ചെയിൻ വലിച്ചിട്ട് കാണിക്കുന്നു. അതൊക്കെ ഇമേജ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ 4th മൊഡ്യൂളാന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഭവം ഉണ്ടല്ലോ, ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗിൽ ഇതേപോലെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ഈ 2 മൊഡ്യൂൾ 4ഉം 5-നകത്ത് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതേപോലെ ബൈ ദെയർ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ അണ്ടറിൽ ഏതൊക്കെയാണ് വരുന്നത് അറിയണം. ചിലപ്പോൾ ചോദിക്കുന്ന ബൈ നാച്ചുറൽ ആൻഡ് ടൈപ്പ് ഓഫ് വർക്ക് ആയിരിക്കും. അപ്പോൾ നാച്ചുറൽ ആൻഡ് ടൈപ്പ് ഓഫ് വർക്ക്, ട്രാൻസ്പോർട്ട് ഒരു ടൈപ്പ് ഓഫ് വർക്ക് ആണ്, പൊസിഷനിങ് ടൈപ്പ് ഓഫ് വർക്ക് ആണ്, ദെൻ യൂണിറ്റ് ലോഡ് ടൈപ്പ് ഓഫ് വർക്ക് ആണ്, സ്റ്റോറേജ് ടൈപ്പ് ഓഫ് വർക്ക് അല്ലെങ്കിൽ നാച്ചർ ഓഫ് വർക്ക് ആണ്. സോ ഇതേ ക്വസ്റ്റ്യൻ ഇപ്പം കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായത്. അത് ക്ലാസിഫൈ ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ബേസ്ഡ് ഓൺ ദയർ ഡിസൈൻ ഫീച്ചേഴ്സ് ആൻഡ് വർക്കിംഗ് ഏരിയ. വർക്കിംഗ് ഏരിയന്റെ ബേസിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതിവിടെ അടുത്തായിട്ട് പറയുന്നുണ്ട്. വർക്കിംഗ് ഏരിയന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിവിടെ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി വർക്കിംഗ് ഏരിയ. വർക്കിംഗ് ഏരിയന്റെ അണ്ടറിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞതാണ്. അൺറിസ്ട്രിക്റ്റഡ് എക്യുപ്മെന്റ്, ഏരിയ റെസ്ട്രിക്റ്റഡ് എക്യുപ്മെന്റ്, ലൈൻ റെസ്ട്രിക്റ്റഡ്, പൊസിഷൻ റെസ്ട്രിക്റ്റഡ്, ദെൻ ഓക്സിലറി. സോ ഈ ഓരോ ക്ലാസിഫിക്കേഷന്റെ അണ്ടറിൽ വരുന്ന ഈ സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിൽ ചോദിച്ചേക്കുന്ന 10 മാർക്കിനാണ്. ദെൻ എക്സ്പ്ലെയിൻ ഈച്ച് ഓഫ് ദം എന്ന് കൂടി വെച്ചിട്ടുണ്ട്. വെറുതെ ലിസ്റ്റ് ചെയ്യാനല്ല, ആ ക്ലാസിഫിക്കേഷൻ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചോദിച്ചത്. ക്ലാസിഫിക്കേഷൻ ലിസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ what is unrestricted equipment, what is area restricted, what is line restricted, position restricted, then auxiliary. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. what is unrestricted, these equipments can move and operate in any direction without any restrictions. That is, examples for this type of unrestricted equipments are trucks and tractors. Then area restricted, these equipments work in the restricted area. അല്ലെ, അപ്പോൾ അതിനെ ഓവർ ഹെഡ് ക്രെയിൻ, അതിന് ഓവർ ഹെഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ കൂടെ മാത്രമല്ല, ആ ഓവർ ഹെഡിൽ നമ്മൾ കൊടുത്ത ഗൈഡ് വേസിലൂടെ മാത്രമേ മൂവിങ്ങേ ഉള്ളൂ. അതേപോലെ ലൈൻ റെസ്ട്രിക്റ്റഡ്, ദിസ് ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് നോർമലി വർക്ക് ഓൺ സ്പെസിഫൈഡ് ലൈൻ, ഒരു ലീനിയർ അല്ലെങ്കിൽ എപ്പോഴും ഒരു സ്പെസിഫൈഡ് ലൈനിലൂടെ മാത്രം മൂവ് ചെയ്യുന്ന എക്യുപ്മെന്റ്, കൺവേയേഴ്സ്, ലിഫ്റ്റ്, എലിവേറ്റർ. ദെൻ പൊസിഷൻ റെസ്ട്രിക്റ്റഡ് എക്യുപ്മെന്റ്സ് വർക്ക് ഇൻ സ്പെസിഫൈഡ് ഏരിയ, ഒരൊറ്റ സ്പെസിഫൈഡ് ഏരിയയില് ഒരു സ്പെസിഫൈഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ നേരത്തെ കാണിച്ച ജിപ്പ് ട്രെയിൻ ആ ഒരു സർക്കുലർ ഏരിയയിൽ അവിടെ ഫിക്സ് ചെയ്താണ്, ഫിക്സഡ് പൊസിഷൻ ആണ്. സോ പൊസിഷൻ റെസ്ട്രിക്റ്റഡ്. പിന്നെ ഓക്സിലറി എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഇതിന്റെ വർക്കിങ്ങിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓക്സിലറി എക്യുപ്മെന്റ്സ് ടു ഇംപ്രൂവ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ഹാൻഡ്ലിംഗ്. ദീസ് എക്യുപ്മെന്റ്സ് ഇൻക്ലൂഡ് ലോഡ് കാരിയർ, ഡിസ്പാച്ച് എക്യുപ്മെന്റ്സ്, അസംബ്ലിംഗ് ആൻഡ് സെക്യൂറിംഗ് എക്യുപ്മെന്റ്സ്. സോ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ കമ്മിങ് അണ്ടർ വർക്കിംഗ് ഏരിയ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വർക്കിംഗ് ഏരിയ? വാട്ട് ആർ ദി സബ് ക്ലാസിഫിക്കേഷൻ? അൺറെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത എക്യുപ്മെന്റ്, ഏരിയ റെസ്ട്രിക്റ്റഡ്, ലൈൻ റെസ്ട്രിക്റ്റഡ്, പൊസിഷൻ റെസ്ട്രിക്റ്റഡ്. ഈ ഒരു സബ് ക്ലാസിഫിക്കേഷൻ അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ വെറുതെ എന്തെങ്കിലും വാരി വലിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. സോ ഈ മൊഡ്യൂളിനകത്ത് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലോ അല്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിലോ ഒന്നും ഉള്ള പോലെ നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് ഇപ്പം ഗുഡ് ലേഔട്ടിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കുറെയൊക്കെ നമുക്ക് മൈൻഡിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റും. അതേപോലെ ഒരു ബാഡ് ലേഔട്ടിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കുറച്ചുകൂടി നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും അങ്ങനെ ഒരു ജനറലൈസ്ഡ് ആൻസർ ഷീറ്റ് ആയിരിക്കില്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത്. സ്പെസിഫിക് ആൻസേഴ്സ് ആണ്. സോ what are the classification coming under classification based on design and classification based on working area? So design അണ്ടറിൽ നമ്മൾ പറഞ്ഞു 3 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ? hoisting, conveying, surface and overhead. അതുപോലെ നാച്ചുറൽ ടൈപ്പ് ഓഫ് വർക്കിൽ ട്രാൻസ്പോർട്ട്, പൊസിഷനിങ്, യൂണിറ്റ് ലോഡ്, സ്റ്റോറേജ്. ദെൻ വർക്കിംഗ് ഏരിയയുടെ നമ്മൾ പറഞ്ഞു അൺറെസ്ട്രിക്റ്റഡ്, ഏരിയ റെസ്ട്രിക്റ്റഡ്, ലൈൻ റെസ്ട്രിക്റ്റഡ്, പൊസിഷൻ റെസ്ട്രിക്റ്റഡ് ആൻഡ് ഓക്സിലറി എക്യുപ്മെന്റ്. സോ ഇത് ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ മാത്രമാണ്. അതേപോലെ മൂവ്മെന്റ് ബൈ മൂവ്മെന്റ്, വേർട്ടിക്കൽ മോഷൻ അല്ലെ, വേർട്ടിക്കൽ മൂവ്മെന്റ്, ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, കോമ്പിനേഷൻ മൂവ്മെന്റ്.
അതേപോലെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഈ മൊഡ്യൂളിലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മെറ്റീരിയൽ ഓറിയന്റഡ്, മെത്തേഡ് ഓറിയന്റഡ്, ഫംഗ്ഷൻ ഓറിയന്റഡ്. ഇതിൽ ഫംഗ്ഷൻ ഓറിയന്റഡ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. കാരണം നിങ്ങളുടെ മൊഡ്യൂളിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ ഫംഗ്ഷൻ ഓറിയന്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് മൊഡ്യൂളിൽ വന്നതുകൊണ്ട്, സിലബസിൽ വന്നതുകൊണ്ട് അത് ചോദിച്ചേക്കാം. എന്തോ ആവട്ടെ, ഈ ക്ലാസിഫിക്കേഷന്റെ ഓരോന്നിന്റെ അണ്ടറിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 10 മാർക്കിനൊക്കെ ആയിരുന്നു ഇത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫിഫ്ത് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച വേറൊരു എസ്എ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ദ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. ഒരു നല്ല മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതും നമ്മൾ ഈ മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് പഠിച്ചു തന്നെയാണ്. Material handling equipment, selection of material handling equipment, factors considered while selecting material handling equipments are these all are the factors considered while selecting material handling equipment. Nature of operation, layout of plant, building construction, material to be handled, installation and operating cost, engineering factors, equipment reliability, safety factor and environmental factors. ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 9 എണ്ണമുള്ളത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്ക് വരെ കിട്ടും. ബട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന രീതിയിലുള്ള 10 മാർക്കിന്റെ ആൻസർ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ. ആ ഒരു ഫിഫ്ത് മൊഡ്യൂളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. സോ ഈ ഒരു 9 ഫാക്ടറും അതിന്റെ എക്സ്പ്ലനേഷനും നമുക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ഓൺ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നാച്ചർ ഓഫ് ഓപ്പറേഷൻ, ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്ലാന്റിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻ, എന്ത് നാച്ചർ ഓഫ് വർക്ക് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഐഡിയ വേണം. നമ്മുടെ പ്ലാന്റിന്റെ ലേ ഔട്ടിനെ പറ്റി നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഈ പോയിന്റ്സ് കൃത്യമായി അറിഞ്ഞിരിക്കണം. എസ് എ ക്വസ്റ്റൻ ആണ് വന്നിട്ടുള്ളത്. Then what is a crane? Classify cranes and write about at least 2 types of cranes in details. എന്താ ക്രെയിൻ എന്ന് വെച്ചാൽ അതൊരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ആണ്. അത് തന്നെ ഏതിന്റെ അണ്ടറിൽ ഇങ്ങനെ ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. ദെൻ ക്രെയിൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 2 ക്രെയിനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇതേ ചോദ്യം ക്രെയിന് മാറിയിട്ട് നമ്മളെ കൺവേയേഴ്സിനെ പറ്റി ചോദിക്കാം. വാട്ട് ഈസ് എ കൺവേയർ? ക്ലാസിഫൈ കൺവേയേഴ്സ്, റൈറ്റ് അബൌട്ട് അറ്റ്ലീസ്റ്റ് 2 ടൈപ്സ് ഓഫ് കൺവേയേഴ്സ് ചോദിക്കാം. ദെൻ ഇത് രണ്ടും ലാസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇത് ഈ ഒരു സിലബസ് നമ്മുടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഈ സബ്ജക്ട് ആക്ച്വലി KTU, ഈ ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് എന്നാണ് കോപ്പി ചെയ്തിട്ടുള്ളത്. സോ ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് പോലെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേറൊരു സബ്ജക്റ്റിലേക്ക് അത് കയറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇൻവെന്ററി കൺട്രോൾ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്. അതൊരു എലക്ടീവ് പേപ്പർ ഉണ്ട്. സോ നമുക്ക് ഒരു 80% സിലബസും, നമ്മുടെ സിലബസിലെ 80% മൊഡ്യൂളും കവർ ചെയ്തേക്കുന്നത് ഇവരുടെ സിലബസ് ആണ്. സോ ഇവരുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കിട്ടിയുള്ളൂ, മെയ് 2017 ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇതിലുള്ള ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് KTUവിന്റെ ഫസ്റ്റും സെക്കൻഡും നടന്ന റെഗുലർ ആൻഡ് സപ്ലിമെന്ററി എക്സാമിന് വന്നിട്ടുമുണ്ട്. ഓക്കെ, ഇത് വേറൊരു കളക്ഷൻ, ഒരു ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഒരു കളക്ഷൻ ആണ്. ഇത് ഞാനിപ്പോ പറഞ്ഞ അതേ ബ്രാഞ്ചുകാർക്ക് വേണ്ടിയിട്ട്, അതായത് അതേ യൂണിവേഴ്സിറ്റിക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഫാക്കൽറ്റീസ് ഉണ്ടാക്കിയാണ്. നമ്മുടെ മൊഡ്യൂള് യൂണിറ്റ് 3 ആണ് അവരുടെ. ഡിസ്ക്രൈബ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് അക്കൗണ്ട് ടു ക്ലൈൻസ് അതെന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആണ്. Summarize minimum utilization of material handling. Describe delays in material handling. Explain planning principle. ഇങ്ങനെ ചോദിക്കാട്ടോ. നമ്മള് പ്രിൻസിപ്പിൾ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾ 4th മൊഡ്യൂളിൽ 10-15ഓളം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഓരോ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. എക്സ്പ്ലെയിൻ പ്ലാനിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ പ്ലാനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ യൂണിറ്റ് ലോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. മെക്കനൈസേഷൻ പ്രിൻസിപ്പിൾ, മോഷൻ പ്രിൻസിപ്പിൾ, ദെൻ സിസ്റ്റം പ്രിൻസിപ്പിൾ, ഗ്രാവിറ്റി പ്രിൻസിപ്പിൾ, സിംപ്ലിഫിക്കേഷൻ പ്രിൻസിപ്പിൾ, സേഫ്റ്റി പ്രിൻസിപ്പിൾ. ഇങ്ങനെ നമ്മൾ പഠിച്ച മൊഡ്യൂൾ 4 പഠിച്ച ഡിഫറെന്റ് പ്രിൻസിപ്പിൾസിന് ഓരോ പേര് വെച്ചിട്ട് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്.
ഇതാണ് നമ്മളെ പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. പ്ലാനിംഗ് പ്രിൻസിപ്പിൾ, ഓൾ ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസ് ഷുഡ് ബി പ്ലാൻഡ്. ഇത്രയേ ഉള്ളൂ, ആൻസർ അത്രയേ വരുന്നുള്ളൂ. സോ ഈ രീതിയിൽ എക്സാമിന് ഷോർട്ട് ആൻസർ ചോദിക്കാം, പ്ലാനിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഓൾ ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസ് ഷുഡ് ബി പ്ലാൻ, ദാറ്റ് ഈസ് ആൻസർ. ദെൻ അതേ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു സിസ്റ്റം പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, പ്ലാൻ എ സിസ്റ്റം ഇന്റഗ്രേറ്റിംഗ് ആസ് മെനി ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസ് ആസ് പോസിബിൾ ആൻഡ് കോർഡിനേറ്റിംഗ് ദി ഫുൾ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ. ദെൻ അവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ലോഡ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി സൈസ് വെയിറ്റ് ഓഫ് ലോഡ് ഹാൻഡിൽ, നമുക്ക് യൂണിറ്റ് ലോഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരുപാട് ക്വാണ്ടിറ്റി എലമെന്റിനെ ഒരു യൂണിറ്റ് ലോഡ് ആക്കിയിട്ട് പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഹാൻഡ്ലിംഗ് നടത്തുക. ദെൻ ഗ്രാവിറ്റി പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റനിൽ. യൂട്ടിലൈസ് ദ ഗ്രാവിറ്റി ടു മൂവ് എ മെറ്റീരിയൽ വേർ എവർ പ്രാക്ടിക്കബിൾ, നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഗ്രാവിറ്റി എഫക്ട് കൊണ്ടുള്ള മോഷൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ ചെയ്യുക. അതായത് അതിന് വേണ്ടിയിട്ട് വേറെ മോട്ടോർസോ അല്ലെങ്കിൽ പവർ സോഴ്സുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ദെൻ സേഫ്റ്റി പ്രിൻസിപ്പിളും അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിപ്പോൾ കണ്ടതാണ്. പ്രൊവൈഡ് ഫോർ സേഫ് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ആൻഡ് എക്യുപ്മെന്റ്, അത്രയേ ഉള്ളൂ ആൻസർ. സോ നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നെ ഇതിന്റെയൊക്കെ പേരുണ്ട്. മെക്കനൈസേഷൻ പ്രിൻസിപ്പിൾ, യൂസ് മെക്കാനിക്കൽ ഓർ ഓട്ടോമേറ്റഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് വേർ എവർ പോസിബിൾ. എവിടെയൊക്കെ പറ്റുന്ന സ്ഥലങ്ങളിൽ മെക്കാനിക്കൽ, അതായത് ഇമ്പോർട്ടന്റ് നെസസറി ആണെങ്കിൽ മെക്കാനിക്കൽ ഓർ ഓട്ടോമേറ്റഡ് എലമെന്റ്സ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ പ്രിൻസിപ്പിൾ, ഇങ്ങനെ ഓരോ പ്രിൻസിപ്പിളിനും ഓരോ പേര് വെച്ചിട്ട്, ഫ്ലെക്സിബിലിറ്റി പ്രിൻസിപ്പിൾ, എക്യുപ്മെന്റ് സെലക്ഷൻ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രിൻസിപ്പിളിനും ഓരോ പേര് വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കാം യൂണിവേഴ്സിറ്റി എക്സാമിന്. അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ കപ്പാസിറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. നേരെ മറിച്ച് എസ് എ ആയിട്ട് പിന്നെ എക്സ്പ്ലെയിൻ അബൌട്ട് ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് എസ് എ ആയിട്ടും ചോദിക്കാം. എന്തായാലും നിങ്ങൾ 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, അറ്റ്ലീസ്റ്റ് ഒരു 10 പ്രിൻസിപ്പിൾ എങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഇതേപോലെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ മെൻഷൻ ദ ടൈപ്സ് ഓഫ് കൺവെയർസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്. കൺവെയറിന്റെ ടൈപ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. ചെയിൻ കൺവെയർ, ബെൽറ്റ് അല്ലെ, ട്യൂബ് കൺവെയർ, റോളർ കൺവെയർ, വീൽ കൺവെയർ, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ്. കംപ്ലീറ്റ് മൊഡ്യൂൾ നമ്മുടെ 4 and 5 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് യു കൺസിഡർ ഇൻ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ക്വസ്റ്റ്യൻ. ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദെൻ റൈറ്റ് എ ബ്രീഫ് ഔട്ട്ലൈൻ ഓൺ ബെൽറ്റ് കൺവെയർ. ബെൽറ്റ് കൺവെയറിനെ പറ്റി എഴുതുക. അപ്പോൾ ബെൽറ്റ് കൺവെയറിനെ പറ്റി എഴുതുമ്പോൾ അത് വരച്ചിട്ട് എഴുതണം. രണ്ട് റോളറിനിടയിൽ ടൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെൽറ്റ്. അപ്പോൾ ഒരു ബെൽറ്റ്, പിന്നെ ഈ റോളർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ബെൽറ്റും എന്താവും, കൺവെയർ ബെൽറ്റും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഒരു എൻഡിൽ, ഒരു റോളറിന്റെ സൈഡിൽ നമ്മൾ ലോഡിങ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബെൽറ്റിന്റെ മുകളിലൂടെ അത് മൂവ് ചെയ്തിട്ട് അതർ എൻഡിൽ അത് എന്ത് ചെയ്യും, അൺലോഡിങ് നടക്കും. ആ ഒരു രീതിയിൽ ഒരു സിമ്പിൾ ബെൽറ്റ് കൺവെയർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ദെൻ what do you think about the advantages of material handling? Then illustrate the major principles of material handling system. 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 5 പ്രിൻസിപ്പിൾ എങ്കിലും എഴുതാൻ പറ്റണം. Then how do you explain about the importance of material handling? ജനറൽ ക്വസ്റ്റൻ ആണ്. Then minor principles, illustrate about the functions involved in material handling system. Briefly explain the principle related to equipment design. Explain the working principle of conveying equipment. Explain the working of an apron conveyor. ഇത് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്നുണ്ട്, apron. Then bridge crane. ബ്രിഡ്ജ് ക്രെയിൻ എന്താ അറിയില്ലേ? ഫിഗർ നമ്മൾ കണ്ടതാണ്, കാണിച്ചുതരാം. ബ്രിഡ്ജ് ക്രെയിൻ ഓവർ ഹെഡ് വരുന്നതാണ്. അതായത് 2 ഗൈഡ് വേക്ക് ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ ഒരു മെമ്പർ ഉണ്ടാവും. അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഹോയിസ്റ്റിംഗ് എക്യുപ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഈ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഈ എന്താ പറയാ, ഈ ഒരു വെർട്ടിക്കൽ അല്ലെങ്കിൽ ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ അല്ലെങ്കിൽ ഈ ബ്രിഡ്ജ് മെമ്പർ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഗൈഡ് വേയിലൂടെ, ഈ 2 റെയിലിലൂടെ മൂവ് ചെയ്യും. ഒരു ലീനിയർ മോഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇതിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഹോയിസ്റ്റ് എക്യുപ്മെന്റിന് ഇവിടുന്ന് ലെഫ്റ്റ് ഓർ റൈറ്റ് ലീനിയർ മോഷൻ ഉണ്ടാവും. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു റെക്ടാങ്കുലർ ഏരിയയിൽ കംപ്ലീറ്റ് മൂവ് ചെയ്യാനും അവിടത്തേക്കൊക്കെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടത്താനും ഈ ബ്രിഡ്ജ് ക്രെയിൻ കൊണ്ട് പോസിബിൾ ആണ്. ഇതൊരു ഓവർ ഹെഡ് ക്രെയിൻ ആണ്. ഓവർ ഹെഡ് ക്രെയിനെ തന്നെയാണ് ബ്രിഡ്ജ് ക്രെയിൻ എന്ന് പറയുന്നത്. Then compare between wheel conveyor and screw conveyor. റോളർ കൺവെയർ, കൂടുതലും കൺവേയേഴ്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ട്രാക്ടേഴ്സ്,
compare the features of various types of hoist. നമ്മൾ പറഞ്ഞു പവർ ഹോയിസ്റ്റ്, അതേപോലെ വേം വീൽ ഹോയിസ്റ്റ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ഹോയിസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. Then summarize relationship between plan layout and material handling. Very important question. എന്താണ് ഒരു നല്ല മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റവും നമ്മുടെ പ്ലാൻ ലേഔട്ടും തമ്മിലുള്ള ബന്ധം? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാൻ ലേഔട്ട് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മൊഡ്യൂൾ 4ന്റെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. സിലബസിൽ ഇതേ ടേം തന്നെ, ഇതേപോലെ തന്നെ ഈ ഒരു സെന്റൻസ് നിങ്ങളുടെ സിലബസിൽ ഉള്ളതാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാൻ ലേഔട്ട് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. സോ മെറ്റീരിയൽ ഹാൻഡ്ലിംഗും പ്ലാൻ ലേഔട്ടും എത്രമാത്രം റിലേറ്റഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നമ്മൾ പിന്നെ ഈ പറഞ്ഞ പ്ലാൻ ലേഔട്ട് വരക്കുമ്പോൾ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തെ പറ്റി കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മളെ പ്ലാന്റിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിനെ പറ്റിയൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ പ്ലാൻ ലേഔട്ടിനകത്ത് അതിനനുസരിച്ചിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ വരുന്ന പ്ലാൻ ലേഔട്ടും മെറ്റീരിയൽ ഹാൻഡ്ലിംഗും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻസ് എന്തൊക്കെയാണെന്നുള്ള ഇവിടെ ഒരു 4 റിലേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റി എക്സാമിന്, നമ്മുടെ KTU യൂണിവേഴ്സിറ്റി എക്സാമിന് വൺസ് വന്ന ക്വസ്റ്റൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഓവർഹെഡ് കൺവെയർ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ക്യാരിങ് എ മെറ്റീരിയൽ ഇൻ ഓവർഹെഡ് കൺവെയർ. എന്താണ് ഓവർഹെഡ് കൺവെയർ? നമുക്കറിയാം, നമ്മളെ ഗ്രൗണ്ട് ലെവലിൽ ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്പേസ് കുറവാണ്, അവൈലബിലിറ്റി ഓഫ് പാസേജസ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ അല്ലെങ്കിൽ ഫ്ലോർ ലെവലിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ, അത്രയ്ക്കും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫാക്ടറിയൊക്കെ ആണെങ്കിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഓവർഹെഡ് സിസ്റ്റത്തിലൂടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ അവിടെയാണ് ഓവർഹെഡ് കൺവേയേഴ്സും ഓവർഹെഡ് ക്രെയിനൊക്കെ വരുന്നത്. സോ അതിന്റെ ഡിഫിക്കൽട്ടി എന്തൊക്കെയാണെന്നുള്ളത്, ഒന്ന് ഹെവി ലോഡൊക്കെ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും മറ്റ് എക്യുപ്മെന്റ്സിനൊക്കെ അതൊരു സേഫ്റ്റി പ്രോബ്ലം ഉണ്ട്. എപ്പോഴെങ്കിലും അത് ഫെയിലിയർ ആയാൽ, ഓവർഹെഡ് സിസ്റ്റം ഫെയിലിയർ ആയാൽ അവിടെ ശരിക്കും ഒരു ആക്സിഡന്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഡിസ്ക്രൈബ് ദ ഓപ്പറേഷൻ ഓഫ് ബെൽറ്റ് കൺവെയർ വിത്ത് എ നീഡ് സ്കെച്ച്. നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ, ബെൽറ്റ് കൺവെയർ വരച്ചിട്ട് അതിന്റെ ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോമേറ്റ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ സിസ്റ്റം വിത്ത് എ നീഡ് സ്കെച്ച്. അത് നമ്മളെ പിന്നെ സ്റ്റോറേജ് സിസ്റ്റം മൊഡ്യൂൾ 5 ഒരു ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ സ്റ്റോറേജ് എക്യുപ്മെന്റ്, ബ്ലോക്ക് സ്റ്റാക്കിംഗ്, കാൻഡിലിവർ, ഡ്രൈവ് ഇൻ റാക്ക്, സെലക്റ്റീവ് പാലറ്റ് റാക്ക്, സ്ലൈഡിംഗ് റാക്ക്, പുഷ് ബാക്ക് റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ 5th മൊഡ്യൂളിൽ നമ്മൾ സ്റ്റോറേജ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ വരുന്നതാണ് ഓട്ടോമാറ്റിക് റിട്രീവൽ. ഈ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് സ്റ്റോറേജ് സിസ്റ്റത്തിൽ 4th ക്വസ്റ്റ്യൻ. നമുക്ക് ഓട്ടോമേറ്റഡ് എലമെന്റുകൾ, റോബോട്ട് സിസ്റ്റം പോലെ, അതേപോലെ നമ്മൾ നേരത്തെ ഡ്രൈവ് ഇൻ റാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതായത് പിന്നെ നമ്മുടെ സ്റ്റോറേജ് എലമെന്റിന്റെ ഉള്ളിലേക്ക് വണ്ടി ഓടിച്ചു കൊണ്ടുപോകാനും എന്നിട്ട് അവിടെ സ്റ്റോറേജ് കഴിഞ്ഞതിന് ശേഷം ഈ ട്രക്ക് പോലുള്ള എലമെന്റിനെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് വരാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഡ്രൈവ് ഇൻ റാക്ക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളുണ്ട്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചാണ്. അപ്പൊ അവിടെ ഹൈലി ഓട്ടോമേറ്റഡ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന ആളുകളാണ് ഓട്ടോമേറ്റ് സ്റ്റോറേജ് റിട്രീവൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് റോബോട്ട് സിസ്റ്റംസ് ആണ്. റോബോട്ട് സിസ്റ്റവും അതേപോലെ പിന്നെ ഡ്രൈവർലെസ് ക്യാബിൻസ് അല്ലെങ്കിൽ ട്രക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറേജ് സിസ്റ്റമാണ്. നമുക്ക് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും സ്റ്റോറേജ് സിസ്റ്റത്തെ പറ്റി ചോദിച്ചാൽ അവിടെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡ്രൈവിംഗ് സിസ്റ്റവും അതേപോലെ തന്നെ റോബോട്ടിക് സിസ്റ്റവും ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റോറേജ്. ദെൻ റോളർ കൺവെയർ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഏരിയാസ് ആണ്. ഡിസ്ക്രൈബ് ദ ഓപ്പറേഷൻ ഓഫ് റോബോട്ട് ഇൻ അസംബ്ലി പ്ലാന്റ് വിത്ത് നീഡ് സ്കെച്ച്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ അസംബ്ലിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ അസംബ്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പാർട്സ് ഒക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാർട്സിനെ 1 by 1 ആയിട്ട് അസംബിൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്ന സിസ്റ്റംസ് റോബോട്ടിക് സിസ്റ്റം ആണ്. സോ അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. ഇൻ വിച്ച് സിറ്റുവേഷൻ കൺവേഴ്സ് ആർ പ്രിഫേർഡ് വൈ? നമുക്കറിയാം കൺവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പൊസിഷൻ എക്യുപ്മെന്റ് ആണ്. അതായത് ഒരു ലീനിയർ മോഷൻ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ലൈനിലൂടെ മാത്രമാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് അത് പ്രിഫർ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർമെന്റ് ഒരു ഫിക്സഡ് പൊസിഷനിലാണെങ്കിൽ, അതായത് പോയിന്റ് A to പോയിന്റ് B കണ്ടിന്യൂസ് ആയിട്ട് ഇവർ തമ്മിൽ മാത്രമാണ് ട്രാൻസാക്ഷൻ എങ്കിൽ, മെറ്റീരിയൽ ഹാൻഡിലിംഗ് എങ്കിൽ, അവിടെ നമുക്ക് ഇതേപോലുള്ള ബെൽറ്റ് കൺവെയർ, റോളർ കൺവെയർ ഒക്കെ ഉപയോഗിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കൺവെയർസ് എപ്പോഴും പകരം ഫിക്സഡ് പൊസിഷൻ എക്യുപ്മെന്റ് ആണ്. സോ ആ ഒരു ഫിക്സഡ് പൊസിഷൻ റിക്വയർമെന്റ്, മെറ്റീരിയൽ ഹാൻഡിലിംഗ് റിക്വയർമെന്റ് വരുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാം. Then explain the basic principles of material handling. Discuss about containers in material handling. Containers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മെറ്റീരിയൽ ഹാൻഡിലിംഗ് ഒരു ഓക്സിലറി എക്യുപ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സംടൈംസ് നമ്മൾ യൂണിറ്റ് ലോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യും. Then explain briefly with a diagram about the working of gantry crane. Gantry crane ഫോട്ടോ
കാണിച്ചു തരാം. ഇതാണ് ഗാൻട്രി ക്രെയിൻ. നമ്മള് പിന്നെ ഫിക്സഡ് പൊസിഷൻ ലേഔട്ടുകളിൽ പൊതുവെ ഉപയോഗിക്കുന്നത്. നമ്മൾ ലേഔട്ട്സ് ഫസ്റ്റ് മൊഡ്യൂളിൽ 3 ടൈപ്പ് ലേഔട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രോഡക്റ്റ് ലേഔട്ട്, പ്രോസസ് ലേഔട്ട്, കോമ്പിനേഷൻ ലേഔട്ടും അതേപോലെ ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്. ഇപ്പൊ ഫിക്സഡ് പൊസിഷൻ ലേഔട്ടിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ലേഔട്ട് ക്രെയിൻ സിസ്റ്റം ആണ് ഗാൻട്രി ക്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും 2 ടവേഴ്സിനിടയിൽ ഒരു ബ്രിഡ്ജ് എലമെന്റ്. അപ്പോൾ ഇവിടുന്ന് ഹെവി ലോഡ്സിനെയൊക്കെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതേപോലെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കുറവാണ്. എന്നാലും ക്രെയിൻസിന്റെ ടൈപ്സ് ഒക്കെ ചോദിക്കാം. ഇത് ഡിഫറെന്റ് സെറ്റ് ഓഫ് ഗാൻട്രി ക്രെയിൻസ് ആണ്. അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് വ്യൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെയുള്ള കുറെ ക്രെയിൻ സിസ്റ്റവും ഇതിന്റെയൊക്കെ വീഡിയോസ്, ഇതിന്റെയൊക്കെ വർക്കിംഗ് വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. ജസ്റ്റ് സമയം കിട്ടുമ്പോൾ കാണും എന്താണ് ഇതിനെ കൊണ്ടുള്ള ഉപയോഗം, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ. നമ്മളെ നേരത്തെ പറഞ്ഞ ജിപ്പ് ക്രെയിൻ പോലെ തന്നെ, ബട്ട് ഇവിടെ 2 ലെഗ് ഉണ്ടാവും. ജിപ്പ് ക്രെയിൻ ഒരു സിംഗിൾ ലെഗ് ആണ്. ഓക്കെ, അപ്പം യൂണിവേഴ്സിറ്റി KT യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. കീ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം, എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓറിയന്റഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം, then list the equipment related works, related factors relevant for efficient material handling operation in plant, then justify a selection of material handling system and equipment for a coal mining plant. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു കോൾ മൈനിങ് പ്ലാന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം. പക്ഷെ നമ്മൾ സിലബസിൽ കോൾ മൈനിങ് പ്ലാന്റിൽ ഇന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതല്ല, ബട്ട് നമ്മൾ തിങ്ക് ചെയ്തത് തന്നെയാണ് ഒരു കോൾ മൈനിങ് പ്ലാന്റിൽ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഏതൊക്കെ എക്യുപ്മെന്റ് വേണ്ടി വരും, എന്നിട്ട് അതിന്റെ ആ ഒരു സെലക്ഷൻ ജസ്റ്റിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിന് കുറെ ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ജസ്റ്റിഫൈ ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് സ്റ്റോറേജ് സിസ്റ്റം വിത്ത് എക്സാമ്പിൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവിംഗ് സിസ്റ്റവും അതേപോലെ കാൻഡിലിവർ സിസ്റ്റം അല്ലെ, അങ്ങനെ കുറെ സ്റ്റോറേജ് എക്യുപ്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ബേസിക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ്, then explain the equipment oriented and material oriented handling system classification ആണ്. അപ്പം equipment oriented ആയിട്ട് വരുമ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്, അതേപോലെ equipment oriented ആകുമ്പോൾ ഇൻഡസ്ട്രിയൽ ട്രക്ക്, കൺവെയർ, ഓവർഹെഡ്. മെറ്റീരിയൽ ഓറിയന്റഡ് ആകുമ്പോൾ യൂണിറ്റ് ഹാൻഡ്ലിംഗ്, ബൾക്ക് ഹാൻഡ്ലിംഗ്, ലിക്വിഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. സോ ആ ഒരു ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. Then classify the types of storage system, explain with the neat sketch types of ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ സ്റ്റോറേജ് സിസ്റ്റം. നമ്മളിപ്പോൾ അപ്പുറം കണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ നേരത്തെ വായിച്ച ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഈ ASRS സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ സ്റ്റോറേജ് സിസ്റ്റം എന്നാണ്. സോ എന്താണ് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ മൊഡ്യൂൾ 5 പറഞ്ഞിട്ടുണ്ട്. മൊഡ്യൂൾ 5 നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് സ്റ്റാക്കിങ്, കാൻഡിലിവർ റാക്ക്, ഡ്രൈവ് ഇൻ റാക്ക്, സെലക്റ്റീവ് പാലറ്റ് റാക്ക്, സ്ലൈഡിംഗ് റാക്ക്, പുഷ് ബാക്ക് റാക്ക്. അപ്പോൾ ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇതിന്റെ കൂട്ടത്തിൽ ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് സിസ്റ്റത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഓർ ഇംപ്രൂവിംഗ് ദി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയൊക്കെ നിങ്ങളുടെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓക്സിലറി എക്യുപ്മെന്റ്സ്, ഇത് ലോഡിങ് അൺലോഡിങ് എക്യുപ്മെന്റ്, അതേപോലെ അസംബ്ലിംഗ് എക്യുപ്മെന്റ്, ഇതൊക്കെ
നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് ആണ്. പല മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിനോടും അഡീഷണൽ ആയിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കുറെ ഓക്സിലറി എക്യുപ്മെന്റ്സ് ഉണ്ട്. ആ ഓക്സിലറി എക്യുപ്മെന്റ്സ് നമ്മുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റ് നിങ്ങളുടെ സജഷൻസ് ആണ്. ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഓർ ഇംപ്രൂവിംഗ് ദി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. എങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓറിയന്റഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മൊഡ്യൂളിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോപ്പിക് പോലെ ഫംഗ്ഷൻ ഓറിയന്റഡ് സിസ്റ്റം ഒന്നുകൂടി പറഞ്ഞതുകൊണ്ട് അതിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ ഫംഗ്ഷൻ, എലിവേഷൻ ഈസ് എ ഫംഗ്ഷൻ, കൺവേയിങ് ഈസ് എ ഫംഗ്ഷൻ, ട്രാൻസ്ഫറിങ്, സെൽഫ് ലോഡിങ്. സോ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻസേ ഇതിനകത്തുനിന്ന് വരുള്ളൂ. ക്ലാസിഫിക്കേഷനും അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രെയിന്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോയിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുള്ളൂ. സോ ചിന്തിച്ച് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. വെറുതെ വാരി വലിച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഇല്ല. സ്പെസിഫിക് ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ആ രീതിയിൽ നല്ല രീതിയിൽ വായിച്ച് പഠിച്ചിട്ട്